ഇന്നത്തെ ദിവസം ആനന്ദ് കെ തമ്പി നമുക്കേവർക്കും ഒരു വേദനയാവുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന RSS പ്രവർത്തകൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാവും തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, തൻ്റെ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ ആ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ജനങ്ങളിലേക്ക് തിരിക്കാനൊക്കെ ആയിട്ട് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു യുവാവ്. ആ യുവാവിന് അതൊന്നും ഇല്ലാണ്ടായ പാർട്ടി അതൊന്നും നൽകാതെ ഒറ്റപ്പെടുത്തിയപ്പോൾ മാത്രമല്ല വേദനിപ്പിച്ചപ്പോൾ, മാനസികമായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിനെ നേരിടുമെന്ന് പറഞ്ഞുവെങ്കിലും നേരിടാൻ സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു യുവാവ്. ആ യുവാവിൻ്റെ ആ ഒരു ആത്മഹത്യയായിരുന്നു ഈ ഒരു വാർത്താ ദിനത്തിൽ ഏറ്റവും ആദ്യം നമ്മളെ തേടിയെത്തിയത്. ഇപ്പോൾ ഇതാ ഒരു ജീവിതം അവസാനിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനന്ദിന്റെ മൃതദേഹം തൃക്കണ്ണാപുരത്തെ വീട്ടിലെത്തിച്ചു. 1 മണിക്കൂർ നീണ്ട പൊതുദർശനമായിരുന്നു. നിരവധി ആളുകൾ, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവർ, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചവർ, അങ്ങനെ നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണുവാനെത്തി. ഈ ആനന്ദ് കെ തമ്പിയുടെ സൂയിസൈഡ് നോട്ടിൽ, ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. തന്നെ ആരൊക്കെ കണ്ടാലും താൻ വിശ്വസിച്ച പാർട്ടിയുടെ അല്ലെങ്കിൽ താൻ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാക്കളാരും, RSSന്റെ ആണെങ്കിലും BJPയുടേതാണെങ്കിലും ഒരു നേതാവും തന്നെ കാണാൻ പാടില്ല എന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം ജീവനൊടുക്കിയത്. എന്തായാലും ആ വാക്കുകൾ അത്രയധികം ശക്തിയോടെ നിലനിൽക്കുന്നതുകൊണ്ടായിരിക്കാം ജില്ലാ നേതൃത്വത്തിലെ ഒരാൾ ഒഴികെ മറ്റാർക്കും ആ മൃതശരീരം കാണുവാനോ അല്ലെങ്കിൽ അവിടേക്ക് എത്തുവാനോ ഉള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് തന്നെ വേണം കാണുവാൻ. എന്തായാലും ഈ ഒരു സായാഹ്നത്തിൽ ഒടുങ്ങിയത് ആനന്ദ് കെ തമ്പി എന്ന ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ആ പ്രസ്ഥാനത്തോടുള്ള ഒരു യുവാവിൻ്റെ വിശ്വാസം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചു. ആനന്ദിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയുണ്ടെന്ന് ശിവസേന സംസ്ഥാന സെക്രട്ടറി പെരിങ്ങമല അജി കൈരളി ന്യൂസിനോട് പ്രതികരിക്കുന്നതും ഈ ഒരു സംസ്കാര വേളയോട് ചേർന്ന് തന്നെയായിരുന്നു. എന്തായാലും ആനന്ദ് കെ തമ്പിയുടെ ഈ സംസ്കാര ചടങ്ങുകൾ ഈ നിമിഷം പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് ആദ്യം തന്നെ ഒന്ന് കണ്ടുവരാം. ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ തൃക്കണ്ണാപുരത്തെ വീട്ടിലെത്തിച്ചത്. 1 മണിക്കൂർ നീണ്ട പൊതുദർശനത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ആനന്ദിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടിയാകുമെന്നതിനാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന നേതാക്കളാരും തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയില്ല. ആനന്ദിനെ തനിക്കറിയില്ലെന്നും ആനന്ദ് BJP പ്രവർത്തകനല്ലെന്നുമായിരുന്നു കരമന ജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതേസമയം BJP ആനന്ദിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുവെന്നും മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തിയതിനു ശേഷം അദ്ദേഹം മരണത്തിലേക്ക് പോയതിൽ ദുരൂഹതയുണ്ടെന്നും ശിവസേന സംസ്ഥാന സെക്രട്ടറി പെരിങ്ങമല അജി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് ചെറിയ ഭീഷണിയും കാര്യങ്ങളുണ്ട്, അത് ആരാണെന്നൊന്നും വ്യക്തമാക്കാതെ പുള്ളി ഇങ്ങനെ പറഞ്ഞു. പക്ഷേ പുള്ളി അപ്പോഴും അതായത് ഒരു ഭയപ്പാടോടു കൂടിയാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. പെട്ടെന്നൊരു ആത്മഹത്യയിലേക്ക് ചാടിപ്പോകുന്ന മനസ്സല്ല. അതിനുശേഷം എന്തുണ്ടായെന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണത്തിൽ കൂടെ പറയാൻ പറ്റുമോ, എന്തെങ്കിലും അതിനകത്ത് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. ആനന്ദിനെ തള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷും രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ആനന്ദിന്റെ ബന്ധു വിമലിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ട് തഴഞ്ഞെന്നും മനോവിഷമത്തിലായിരുന്നുവെന്നുമാണ് മൊഴി. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യാ സന്ദേശത്തിൽ തൃക്കണ്ണാപുരത്തെ BJP പ്രാദേശിക നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധവും തുറന്നു പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തൃക്കണ്ണാപുരം ഏരിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.